ശ്വേത. ഞാനൊരു എക്കണോമിക്സ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണ്. എത്രയും വേഗമുള്ളൊരു ജോലി അത് എല്ലാവരെയും പോലെ അങ്ങനെ ഒരു സ്വപ്നം ഉള്ളതുകൊണ്ടാണ് ഞാൻ മെഡിക്കൽ കോഡിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള കോഴ്സിനെ കുറിച്ച് ഞാൻ അന്വേഷിച്ചതും അതേപോലെ തന്നെ യൂട്യൂബ് ചാനലിൽ നിന്നാണ് ഇൻഡസിനെ കുറിച്ച് അറിഞ്ഞതും. 2-3 ഇൻസ്റ്റിറ്റ്യൂട്ടോളം ഞാൻ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇൻഡസിനെ വിളിച്ച് HR മാമിനോട് സംസാരിച്ചപ്പോഴാണ് തീരുമാനിച്ചത്. HR മാമാണ് ക്ലിയർ ആയിട്ട് നമുക്ക് ഈ കോഴ്സിനെ കുറിച്ചും അതേപോലെ തന്നെ ഇൻഡസ് പ്രൊവൈഡ് ചെയ്യുന്ന ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് ഈ കോഴ്സ് ചെയ്യേണ്ടത്, അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സാം ഇതേപോലെ ഡേറ്റൊക്കെ കാര്യങ്ങൾ അങ്ങനെയെല്ലാം നമുക്ക് വിശദമായിട്ട് പറഞ്ഞു തന്നത് HR മാമാണ്. അപ്പം തന്നെ ഞാൻ തീരുമാനിച്ച് ഇൻഡസിലെ പഠിക്കണുള്ളൂ എന്ന്. അപ്പോൾ അങ്ങനെ ഞാൻ അവിടെ ജോയിൻ ചെയ്തു. അപ്പോഴും നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു, കാരണം ഒരു നോൺ ലൈഫ് സയൻസ് ബേസ്ഡായി എനിക്ക് ഇത് അച്ചീവ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു നല്ല ഡൗട്ടും കാര്യങ്ങളും ഉണ്ടായിരുന്നു. കാരണം അനാട്ടമിന്ന് കേട്ടപ്പോൾ തന്നെ ഭയങ്കര എന്താ പറയുക, എനിക്ക് പഠിച്ചെടുക്കാൻ പറ്റുമോ എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. കാരണം നമ്മൾ സയൻസ് ബാക്ക്ഗ്രൗണ്ട് അല്ലാത്തതുകൊണ്ട് ഞാൻ +2 കൊമേഴ്സ് ആയിരുന്നു. അപ്പോൾ 10th പഠിച്ചിട്ടുള്ളതാണ് മറ്റേ സാധാരണ ബയോളജിയും കാര്യങ്ങളൊക്കെ. അപ്പോൾ നോൺ ലൈഫ് സയൻസ് ആയിട്ട് കൂടി ശ്രീലക്ഷ്മി മാം ആയിരുന്നു ഞങ്ങൾക്ക്. ശ്രീലക്ഷ്മി മാം അനാട്ടമി നന്നായിട്ട് എന്താ പറയുക, അത്രയും ഈസിയസ്റ്റ് വേയിലാണ് ഞങ്ങൾ പഠിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ എനിക്ക് അത് പഠിച്ചെടുക്കാനും പറ്റി. മിസ് ഓരോ ദിവസം ക്ലാസ് കഴിഞ്ഞിട്ടും പിറ്റേ ദിവസം അത് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞിട്ടേ ക്ലാസ് അടുത്ത സെക്ഷനിലേക്ക് എടുത്ത് പോയിരുന്നുള്ളൂ. അപ്പോഴും മിസ് ഞങ്ങൾ ആൻസർ പറയാനായിട്ട് ഇങ്ങനെ തപ്പിപ്പിടുത്തുണ്ടാകുമ്പോൾ മിസ് പറയും, മനസ്സിലാക്കിയിട്ട് പറഞ്ഞാൽ മതി, എന്താണോ മനസ്സിലായി അത് പറഞ്ഞാൽ മതി എന്ന് പറയും. അങ്ങനെ ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. അതേപോലെ തന്നെ ICD ആയാലും CPT ആയാലും കഴിയുമ്പോൾ തന്നെ നമുക്ക് അവർ ടെസ്റ്റ് പേപ്പേഴ്സ് ഇടും. അതേപോലെ തന്നെ മാർക്ക് കുറവാണെങ്കിൽ മുബീന മാം വരും, മീറ്റിംഗ് വയ്ക്കും, മാർക്ക് കുറഞ്ഞവർക്ക് അത് റിപ്പീറ്റ് ചെയ്യാൻ കൊടുക്കും. അതേപോലെ തന്നെ മാർക്ക് ഉള്ളവർക്ക് അപ്രീസിയേഷനും കിട്ടും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമുക്ക് മോക്ക് ടെസ്റ്റും കൂടെ ഒരു 10 മോക്ക് ടെസ്റ്റും കൂടെ കഴിഞ്ഞാലേ നമുക്ക് പോസ്റ്റ് കംപ്ലീഷനും സർട്ടിഫിക്കറ്റും കൂടെ കിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഡേറ്റ് എടുക്കേണ്ട കാര്യത്തിനും HR മാം തന്നെയാണ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്ത് തരുന്നത്. നമ്മൾ ജസ്റ്റ് ഫണ്ട് മാത്രം ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുകയാണ്, ബാക്കിയെല്ലാം HR മാമാണ് നമ്മൾ ചെയ്തിരുന്നത്. ഞാൻ ഡിസംബറിൽ ഡേറ്റ് എടുക്കാമെന്ന് പറഞ്ഞപ്പോഴും HR മാമാണ് അപ്പോഴാണ് അപ്ഡേഷൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അപ്പോൾ HR മാം പറഞ്ഞു നമുക്ക് ഫെബ്രുവരിയിൽ അല്ലെങ്കിൽ മാർച്ചിലൊക്കെ ആയിട്ട് ഡേറ്റ് എടുക്കാമെന്ന് മാമാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഞാൻ മാർച്ച് 3 ഡേറ്റ് എടുത്തത്. അങ്ങനെ എക്സാം കഴിഞ്ഞു, റിസൾട്ട് വന്നു, 80% മാർക്കുണ്ട്. അപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ ഓൺലൈൻ എക്സാം ആയതിൻ്റെ ഒരു നെഗറ്റീവ് പോലെ എനിക്ക് തോന്നിയത് ഭയങ്കര നെറ്റ് ഇഷ്യൂ ഉണ്ടായിരുന്നു. നമ്മൾ സാധാരണ മോക്സും കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്തത് ഓഫ്ലൈൻ മെത്തേഡിലായതുകൊണ്ടും പ്രാക്ടീസിൻ്റെ കുറവല്ല, പക്ഷേ നെറ്റ് ഇഷ്യൂ കാരണം നമുക്ക് അല്ലാണ്ട് വേറെ ഒന്നും തോന്നിയില്ല. ഭയങ്കര ഈസിയസ്റ്റ് വേ തന്നെയാണ്. നമുക്ക് ജസ്റ്റ് ക്വസ്റ്റ്യൻ റീഡ് ചെയ്യാം, ബബിൾ ചെയ്യേണ്ട ആ ടൈമൊന്നും പോവില്ല, നമുക്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. പക്ഷേ നെറ്റ് ഇഷ്യൂ വന്നതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നി. എന്നാലും CPC അച്ചീവ് ചെയ്യാൻ പറ്റി, ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ നമ്മൾ എക്സാമിന് പോകുമ്പോഴും അതേപോലെ പോയി കഴിഞ്ഞിട്ടും നമ്മുടെ മിസ്സായാലും ചെറിയ മാം ആയാലും HR ആയാലും കോൺടാക്ട് ചെയ്തിരുന്നു, എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. അതേപോലെ നെറ്റ് ഇഷ്യൂൻ്റെ കാര്യം പറഞ്ഞപ്പോൾ മാം ആയാലും പറഞ്ഞു ഇത് കുറച്ച് കുട്ടികൾ പറയുന്നുണ്ട്, സാരമില്ല പേടിക്കണ്ടെന്ന് തന്നെയാണ് പറഞ്ഞത് HR മാമും. അതേപോലെ ടെൻഷൻ അടിക്കണ്ടെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. ഇൻഡസിനോട് വളരെയധികം താങ്ക്സ് പറയാണ്. കാരണം HR മാം അതേപോലെ എനിക്ക് എക്സാമിൻ്റെ ടൈമിൽ മോൻ ഉള്ള കാരണം എനിക്ക് പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അത് പറഞ്ഞപ്പോൾ HR മാം വേഗം പറഞ്ഞത് ഇവിടെ വന്നിരുന്ന് പഠിച്ച ശ്വേതാന്നാണ്. കാരണം എൻ്റെ കോഴ്സ് മുന്നേ കഴിഞ്ഞ കാരണം എനിക്ക് ഇത്തിരി ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ മാമിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ഇവിടെ വന്നിരുന്ന് പഠിച്ചു, അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട്സ് നേരിട്ട് ക്ലിയർ ചെയ്യാമല്ലോ എന്നാണ് HR മാം പറഞ്ഞത്. അപ്പോൾ ഇൻഡസ് ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. നമ്മൾ ഒരു കുട്ടി അവിടെ ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് കോഴ്സ് കഴിഞ്ഞ് അവരെ പഠിപ്പിച്ച് ആ എക്സാം പാസ്സാക്കി അതേപോലെ തന്നെ അവർക്ക് ഒരു ജോലി, അതേപോലെ തന്നെ ഇൻ്റർവ്യൂ ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളൊക്കെ മാം അറേഞ്ച് ചെയ്ത് കൊടുക്കും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അതിലേക്ക് ഒന്ന് സെറ്റാക്കി അങ്ങോട്ട് കടത്തി വിട്ടിട്ടേ അവർക്ക് റെസ്റ്റ് ഉള്ള പോലെയാണ് അവരെ വർക്ക്സും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഒരുപാട് നന്ദിയുണ്ട്. ഫാക്കൽറ്റീസ് ആയിക്കോട്ടെ, ഓരോ ഇൻഡസിലെ HR മാം ആയിക്കോട്ടെ, എല്ലാവർക്കും മുബീന മാമിനും എല്ലാവർക്കും വളരെയധികം താങ്ക്സ് പറയുന്നു. പിന്നെ ഏതെങ്കിലും കുട്ടികൾ ഇനി മെഡിക്കൽ കോഡിംഗ് എന്ന് പറയുന്ന കോഴ്സ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഇൻഡസിനെ പ്രിഫർ ചെയ്യുന്നു. താങ്ക് യു.